ആൻഡ്രൂ, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഉയർന്ന ഇ.പിയുടെ ആത്മകഥാ വിവാദമാകട്ടെ, ഇത്തരം വിവാദങ്ങൾ UDFനെയും BJPയെയും സഹായിക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇന്നെന്തായാലും ഇ.പിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് പാർട്ടി രംഗത്തെത്തി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഇനി പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ അത് ആയുധമാക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ആൻഡ്രൂ, അല്ല അരുൺ, ഇതിലകത്ത് ഏറ്റവും വലിയ ഇ.പി എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം ഓൺ ചെയ്യാതെ ഏത് മാധ്യമം ബ്രേക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതേ ഓൺ ചെയ്യണ്ടേ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറയുന്നത്, ഈ പറഞ്ഞ ഞാൻ മെയിൽ അയച്ചു കൊടുത്താണ്, അല്ലെങ്കിൽ ഞാൻ ഈ DC കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ DC ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു കാര്യം ഇ.പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു ഔചിത്യം പറയാം. ഇതിലൊരു ഔചിത്യമില്ല. കാരണം അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞാലും ME ഗോവിന്ദൻ മാഷ് പറഞ്ഞാലും ഇ.പി ജയരാജൻ പറഞ്ഞാലും എല്ലാം ഒരു കാര്യമാണ്. കാരണം എന്താ, അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല. ഞാൻ എഴുതിയ ആത്മകഥ ഞാൻ കൊടുത്തല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുക? അത് സത്യം പറഞ്ഞിട്ട് ഇ.പി പറഞ്ഞതും ചെയ്തതും DC-ൻ്റെ ഫോണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അത് ആര് ഓൺ ചെയ്യണം? ഇ.പി ഓൺ ചെയ്യണം. ഇ.പി ഓൺ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ കേട്ടിരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. പക്ഷേ എന്താണ്, ഇ.പി പറഞ്ഞ കാര്യങ്ങൾ ഇ.പി പറയാൻ ഉദ്ദേശിച്ചതാണെന്നുള്ളൊരു ധ്വനി മലയാളികളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു ധ്വനി ഉണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സരിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാന സ്റ്റേജിൽ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിലീസാക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി വെച്ച കാര്യങ്ങളാണ് നമുക്ക് തോന്നും അത് വായിച്ചാൽ. പക്ഷേ അത് ആര് ഓൺ ചെയ്യണം? ഇ.പി ഓൺ ചെയ്യണം. ഇ.പി ഓൺ ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെയും ഗോവിന്ദ മാഷി എന്ന് പറഞ്ഞ പോലെ ഇ.പി പറയുന്ന പോലെ തന്നെയാണ്. വേറൊരു കാര്യം എന്താ അറിയോ, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതിനൊരു വാല്യൂ ഇല്ല. ഇതൊരു ചർച്ചാ വിഷയമല്ല. അപ്പോൾ ഇത് ആരുടെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കറക്റ്റ് ടെസ്റ്റ് ഫോർമാറ്റായി വിത്ത് ഫോട്ടോ കവർ പേജ് എല്ലാം അടക്കം പുറത്തേക്ക് വരുമല്ലോ. DC ഇതിൻ്റെ അത് ചെയ്തൊരു കാര്യം എന്താ പറയുക, DC അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഈ പറഞ്ഞ സാധനം പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പം അത് ഒറ്റ വാക്കിലങ്ങ് എഴുതി തള്ളാൻ പറ്റില്ല. അങ്ങനെ എഴുതി പറ്റാൻ പറ്റും, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയല്ലോ. അപ്പോൾ DC എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ പൊതുപ്രവർത്തകരെ ബഹുമാനമാണ്, ഞങ്ങൾ അവരെ കൂടെ നിൽക്കുന്നു, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ അതല്ല, ഇ.പി തന്നോ തന്നില്ലോ എന്ന് രവി DC ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇ.പി തന്നോ തന്നില്ല രവി DC പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് ക്ലാരിറ്റി വന്നേനെ. അത് പറയാത്തതുകൊണ്ട് CPM ഇങ്ങനെ പറയാം, എന്ത് ഇ.പി ജയരാജൻ തന്ന സാധനമല്ല, ഇ.പി ജയരാജൻ്റെ കയ്യിൽ നിന്ന് പുറത്ത് വന്നതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതിലേക്ക് അപ്പുറം DC ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളി മാറിയാനെ. പക്ഷേ DC ഇത് ഓൺ ചെയ്യില്ല. കാരണം DCക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അറിയാൻ പറ്റും. അതാണ് സുജയ, ഇതിൽ സാങ്കേതികമായി ഇ.പിയും CPM പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ പോലും അത് സാങ്കേതികത്വം മാത്രമാണ്. എന്നാൽ ഇതിപ്പോൾ മണ്ഡലത്തെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇന്നലെ ഊതിക്കാച്ചിയെ പൊന്നെന്നും ഉത്തമനായ സ്ഥാനാർത്ഥിയെന്നും ഇ.പി ജയരാജൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ സരിനെ ട്രോൾ ചെയ്താണോ എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അപ്പോൾ ആത്മകഥയിൽ ഇ.പി പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്നൊരു പ്രചരണം പാലക്കാട് മണ്ഡലത്തിൽ നടന്നാൽ അതിൻ്റെ ദോഷം CPM-നല്ലേ? CPM-ന് ആ ദോഷം ഉണ്ടാകാതിരിക്കാനാണല്ലോ ഇന്നലെ തന്നെ ഇ.പി ജയരാജനെ പ്രചാരണത്തിന് എത്തിച്ചതും. മഴ പെയ്യുന്നത് വരെ അദ്ദേഹം സരിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതിനേക്കാൾ താങ്കൾ പറഞ്ഞ ഊതിക്കാച്ചിയ പൊന്നു മാത്രമല്ല, സ്വതന്ത്രരൊന്നും അത്ര മോശക്കാരല്ല എന്ന് വരെ അതേ ഇ.പിയെ കൊണ്ട് തന്നെ ഇ.പിയുടേതെന്ന രീതിയിൽ പുറത്തു വന്ന ആ PDF. അപ്പോൾ എൻ്റെ ആത്മകഥ ഇങ്ങനെ അല്ല എന്ന് ഇ.പി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇ.പിയുടെ ആത്മകഥയാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഇ.പി പറയുന്നത് വിശ്വസിക്കാനേ നിർവാഹമുള്ളൂ. ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിണങ്ങിപ്പോയതാണ് തിരുവനന്തപുരത്ത് ഇ.പി ജയരാജൻ. 76 ദിവസം കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതെ വന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതൊന്നും ഞാൻ എഴുതിയിട്ടുമില്ല, ഇതൊന്നും ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അദ്ദേഹത്തെ ഓൺ ചെയ്തുകൊണ്ട് തോളത്തൊന്ന് തട്ടി അതാരാണിത് വന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാട്ടിയതാണ്. അതായത് ഇ.പിയെ പിണറായി തന്റെ വിശ്വസ്ത പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ ആരോ ആ കുളത്തിൽ നഞ്ചിട്ട് കലക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതാരാണെന്ന് പാർട്ടി പിടിച്ചോളും. അത് പാലക്കാട്ട് ഇറക്കി, ഇ.പിയെ ഇറക്കി. ഇനി ഈ വിവാദമൊന്നും UDF പ്രതീക്ഷിച്ചത്ര കൊട്ട് ഒത്തില്ല. ഓക്കെ, ഇക്ബാൽ, ആരാണ് നമ്മുടെ മഴയത്തെ പ്രസംഗം കവർ ചെയ്യാൻ പോയത്? നമ്മൾ ഇവിടെ സാനിയ ആയിരുന്നു. സാനിയ, എങ്ങനെയായിരുന്നു ആ വരുന്ന സമയത്ത് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ? അതായത് സാധാരണ നമ്മൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിട്ടാണ് സ്ഥാനാർത്ഥിയിലേക്ക് എത്താറ്. പക്ഷെ ഇ.പി സ്റ്റേജിൽ കയറുന്നു, ആദ്യം തന്നെ പറയുന്നു സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ്. ആദ്യത്തെ സെന്റൻസ് തന്നെയാണ്, സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ്, എന്തുകൊണ്ടും പാലക്കാടുകാർക്ക് അർഹതപ്പെട്ട ആളാണ്, ചെറുതിലേ തൊട്ട് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയി വന്നു, ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു, അതിനുശേഷം ഡോക്ടർ ആവുന്നു, പിന്നീട് വേറെ ഒരു ആമുഖവും ഇല്ല. തുടങ്ങുമ്പോൾ തന്നെ അതായത് ആളുകളെ അഭിസംബോധന ചെയ്തിട്ടില്ല. അല്ല, എൻ്റെ ഒരു സംശയമല്ല സാനിയോ, നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ പോയി ഇത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഭാവം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. അതായത് അരുണേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ അത് ഊത്ത് തന്നെയാണ്. അരുണേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഊതിക്കാച്ചിയ പൊന്ന് എന്നതിലൂടെ ഒരു രാവിലെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് ഭക്ഷണം കഴിച്ച് വൈകിട്ട് പരിപാടിക്ക് പോകുന്നത് വരെ എനിക്ക് തോന്നുന്നു 5:30 വരെ അവിടെ DC ഓഫീസിൽ വിശ്രമമായിരുന്നു. ഞാനും സാനിയും മാറി കാത്തിരുന്നു പ്രത്യേക പ്രതികരണം കിട്ടാൻ. അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ DC സെക്രട്ടറിയോടൊപ്പമാണ് ഇറങ്ങി. എല്ലാ മാധ്യമ പ്രവർത്തകരും പ്രതികരണം ഇല്ലെന്ന് മടങ്ങി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ
ഓ നീയും ഇവിടെ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാണ് ഇറങ്ങി വരുന്നത്. പിന്നെ പുള്ളി കുറെ കമന്റ് ഒക്കെ അടിച്ച് പതുക്കെ അങ്ങ് ഇറങ്ങി പോവാണ് ചെയ്തത്. ഈ പറഞ്ഞതുപോലെ എനിക്ക് മിഥുനത്തിലെ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്, എത്ര നല്ല ഭംഗി, എത്ര നല്ല മാല, എത്ര നല്ല കാര്യം അല്ലേ, ഊതിക്കാച്ചിയ പൊന്ന്, ഉത്തമനായ സ്ഥാനാർത്ഥി, അങ്ങനെ ആയിരുന്നു. EP വിരുദ്ധ മുന്നണിയാണ്. ഞാൻ തൽക്കാലം EP-ക്കൊപ്പം EP വിരുദ്ധ മുന്നണിയൊന്നുമല്ല. പാർട്ടി തന്നെ പരസ്യമായി പറഞ്ഞ ഒരു നിലപാട് അത് EP-യെ പിന്തുണയ്ക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പറയേണ്ട ഒരു നിലപാടും അതാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുപോലൊരു വിവാദം EP ഉണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഒരു വെടി EP പൊട്ടിക്കുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഗോവിന്ദ മാഷ് പറഞ്ഞത് EP വിശദീകരിച്ചിട്ടുണ്ട്, അതാണ് പാർട്ടിക്ക് ബോധ്യം. EP-യും പറയുന്നു. പിന്നീട് എന്തുകൊണ്ട് ആ LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി? ഇപ്പോൾ കൊടുക്കുന്ന പിന്തുണ, ആ ക്ലീൻ ചിറ്റ്, അതിന്റെ ആയുസ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം ഉണ്ടാകുമോ എന്നൂടെ നോക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യമുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി അന്ന് സരിൻ സ്ഥാനാർത്ഥിയായി വരുന്ന അന്ന് ഒരു പക്ഷേ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചന നടത്തി ഈ പ്രശ്നങ്ങളൊക്കെ, അദ്ദേഹത്തിനുള്ള അമർഷങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നത്. അത് പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ ഈ കാര്യം പുസ്തകം നിന്ന് മാറ്റാൻ മറന്നതാണോ എന്ന രീതിയിലുള്ള എന്നാലും ഒരു മാസത്തിന് ഡെറോഷി പാൽ, അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 15-ാം തീയതിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സരിൻ പിണങ്ങുന്നതും വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് CPIM സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും. അതുവരെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ EP ആത്മകഥ എപ്പോഴാണ് എഴുതിയത്? ഈ സരിനെ കുറിച്ചുള്ള വിയോജിപ്പ് എഴുതിയത് എന്തായാലും ഈ 18-ാം തീയതിക്ക് ശേഷമാണ്, ഒക്ടോബർ 18-ന് ശേഷമാണ്. അതിനുശേഷം എഴുതി അത് PDF ആക്കി അത് പുറത്തിറക്കാനായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണ സമയമായിട്ടുണ്ടോ? ആത്മകഥയുടെ അവസാന പേജുകൾ അതെങ്ങനെയാണ് തിരികെ കയറ്റിയത്? ഞാൻ ആ ആത്മകഥയിൽ EP എഴുതിയതൊന്നും ഞാൻ EP-യുടേതല്ല എന്ന് പറയില്ല. കാര്യം എൻ്റെ സോഴ്സ് പ്രകാരം അത് EP പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പക്ഷേ EP അത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചതല്ല. അത് കൃത്യമായി തന്നെ പറയുന്നു. ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വിവാദമാകും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് വിവാദമാകുമല്ലോ. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ആയതുകൊണ്ട് വിവാദമാവില്ല, പക്ഷേ പറ്റിയത് പറയാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, അത് രണ്ടാമത് അദ്ദേഹം ഒരിക്കൽ കൂടി പ്രൂഫ് റീഡ് ചെയ്ത് വായിച്ച് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആ ഭാഗം ഒഴിവാക്കുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എഴുത്തുകാരൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അത് അദ്ദേഹം അവസാനം കൺസെൻറ്റ് കൊടുക്കുന്നത് വരെ അതിന് പിതൃത്വം ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും അത് ഇമ്മെറ്റീരിയലാണ്. പക്ഷേ അത് സാങ്കേതികത്വം മാത്രമാണ്. പുറത്ത് വന്നതോടുകൂടി ഡാമേജ് ഓൾറെഡി ഡൺ അല്ലേ? സംശയമില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇനിയിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EP വേറൊരു ആത്മകഥ എഴുതേണ്ടി വരില്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൽക്കാലം EP-യുടെ ആത്മകഥ ഞാൻ രവി DC-യുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഷൂ ആയിരിക്കുന്നു. ഞാൻ ഈ ഷൂ എന്ന് പറഞ്ഞത് രവി DC ഇദ്ദേഹം എഴുതിയ ആദ്യത്തെ ആത്മകഥയെക്കുറിച്ച് കൂടി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഉദ്ദേശിച്ചാണ്. അത് കേട്ടോണ്ടിരിക്കുന്ന ചില ആളുകൾക്കെങ്കിലും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ ആ കാര്യങ്ങളൊക്കെ ബോധ്യമാവും. ഇമെയിലുണ്ടോ? ഇമെയിലും അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് DC ഒരിക്കലും പുറത്തു വിടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അത് DC-യുടെ ക്രെഡിബിലിറ്റിയാണ് ഷേക്ക് ചെയ്യുക. ഫെസിലിറ്റേറ്റർ മാത്രമെന്നാണ് രവി DC പറയുന്നത്. ഫെസിലിറ്റേറ്റർ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നല്ല ഒന്നാന്തരം കൊമേഴ്സ്യലി ഓറിയന്റഡ് ആയ ഫെസിലിറ്റേറ്റർ ആണ് DC-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഇത്രയധികം ബുക്ക് വിറ്റ് പോകാൻ പറ്റിയ ഒരു സംവിധാനം വേറെ ഇല്ല. പക്ഷേ ഇലക്ഷൻ സമയത്ത് പക്ഷേ എന്താണ്, ആരോ ആ പോസ്റ്റ് പുറത്തു വിട്ടതിന്റെ കൂടെ ഈ പറഞ്ഞ PDF ഫോർമാറ്റ് കൂടെ പുറത്തു വിട്ടു. അതായത് സിനിമയുടെ ട്രെയിലർ പുറത്തു വിടേണ്ടതിന് പകരം സിനിമ അതാണ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വന്ന് പുറത്തു വന്നിട്ട് കാര്യമില്ല. കാരണം ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തി 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെടുത്ത് മുഴുവൻ ഫോർമാറ്റ്. ടെലിഗ്രാമില് സിനിമയുടെ വ്യാജൻ വന്നു കഴിയുമ്പോൾ പിന്നെ തിയേറ്ററിൽ പോകില്ല എന്ന് പറഞ്ഞ പോലെ ആയി അവസ്ഥ. DC-നെ അത് പ്രസിദ്ധീകരിച്ചാലും ആരും വാങ്ങില്ല. അത് അതൊരു കയ്യബദ്ധം പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 പേജാണ് പുറത്തുവിടാൻ ഉദ്ദേശിച്ചത്. അതിൽ ഒരു പേജ് എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം സർക്കാർ ദുർബലമായിരുന്നു എന്ന് പറഞ്ഞത് 1. 2 LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തു പോകുമ്പോൾ അത് മനപ്രയാസം ഉണ്ടാക്കിയെന്നും പാർട്ടി തന്നെ വേണ്ട വിധം കേട്ടില്ല എന്ന് പറഞ്ഞ ഘടകം. 3ാമത്തത് എനിക്ക് തോന്നുന്നു ഈ പാർട്ടി സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ടത് 4 ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിവരം. അപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ ഈ സരിൻ്റെ വിഷയമടക്കം പുറത്തുവിടുമ്പോൾ അതൊരു വലിയ ചർച്ചയാണ്. ഒരു കാര്യം, ഇപ്പൊ ഈ വിവാദം ഉണ്ടായിരുന്നില്ല എങ്കിലേ EP പാലക്കാട് വരുമോ? ഇന്ന് പക്ഷേ ഷെഡ്യൂൾഡായിരുന്നു. അതായത് ഷെഡ്യൂൾ ചെയ്തിരുന്നു, ഇന്ന് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്താണ് മുഖ്യമന്ത്രി നേരെ പോയി EP-യെ കണ്ട് അനുനയിപ്പിച്ച് കൂടെ നിൽക്കണമെന്ന് പറയുകയും പാലക്കാട് ഇലക്ഷൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും ഊതിക്കാച്ചിയെ പൊന്നെന്ന് പറയണ്ടാവില്ല, ഒരിക്കലും പറയില്ല. ഉത്തമനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ടാവില്ല. ഞാൻ ഇന്നലെ EP-യുടെ വാർത്താ സമ്മേളനം കവർ ചെയ്യാൻ പോയത് ഞാനാ. EP-ക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അത് EP-യെ കൊണ്ട് ആരെയോ പറയിപ്പിക്കുകയാണോ എന്നുള്ള രീതിക്ക് തോന്നിപ്പോയി. എല്ലാം ഒരു പ്രതിരോധമായിരുന്നു സരിന്റെ കാര്യത്തിൽ, DC ബുക്സിന്റെ കാര്യത്തിൽ എല്ലാം ഒരു പ്രതിരോധം. കാരണം സരിന് വേറെ ആരും കൊടുക്കാത്ത വിശേഷമാണ് പാലക്കാടൻ ജനതയുടെ മഹാഭാഗ്യം. ആ രീതിയിൽ ഒരുപാട് വിശേഷങ്ങൾ സരിന് കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് DC ബുക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല. ആ പേരുണ്ടല്ലോ, പരിപ്പോടിയും കട്ടൻ ചായയും, അയ്യോ എന്നെ കളിയാക്കുന്ന രീതിയിലുള്ള പേര് ഞാൻ ഇടുവോ എന്ന രീതിക്ക് വരെ EP പറയാണ്. പ്രതിരോധിക്കാൻ വേണ്ടി EP ഇന്നലെ എത്തിച്ചോ എന്നുള്ളതാണ്. EP വന്നിട്ടില്ലെങ്കിൽ ഇന്നലെ ഒരിക്കലും ഊതിക്കച്ചപ്പോ എന്നുള്ള ഒരു പരാമർശം. EP-യെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പാർട്ടി
പാർട്ടിക്ക് നിലവിൽ EPയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം മധുര പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. പ്രായപരിധി ഉണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ പ്രായപരിധി ഒഴിവാക്കും. അപ്പോൾ ആ സമയം വരെ അദ്ദേഹത്തിന് നല്ലൊരു നിലയിൽ പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എക്സാക്ട്ലി ദീപക് പറഞ്ഞതിനകത്തൊരു വാലിഡ് പൊളിറ്റിക്കൽ പോയിന്റ് ഉണ്ട്. CPM ഇനി എന്ത്, അതായത് ഒരു പരിധി കടന്ന് EP പോയില്ലെങ്കിൽ നിലവിലുള്ള വിഷയത്തിന് പുറത്ത് CPM EPക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല. EP ഇങ്ങനെ തന്നെ പോകും, CPM ഇങ്ങനെ തന്നെ പോകും. അടുത്ത മധുര കോൺഗ്രസോട് കൂടി EPയുടെ ചുമതലകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സേവനം അവസാനിക്കുകയും ചെയ്യും. എങ്ങാനും കരാറ് പുറത്തു വിടുമോ? ഏതാ DC കരാറില്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. EPയുമായി DC ബുക്സ് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല, രേഖാമൂലം ഒപ്പിട്ടിട്ടില്ല. ടൈപ്പ് ചെയ്തോ എഴുതിയോ സ്വന്തം കൈപ്പടയിലോ DCന്റെ ശൈലി വെച്ചിട്ട് അങ്ങനെയല്ല. DCന്റെ ഗംഭീര ഒരു എഗ്രിമെന്റ് ഉണ്ട്, സാധാരണ പക്ഷേ ഒപ്പിട്ടിട്ടില്ല. മാത്രമല്ല ഇത് വാക്കാൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനം പ്രസിദ്ധീകരണത്തിന് മുൻപ് ഇത് ഒപ്പിട്ട് വാങ്ങാം. കാരണം EP ആയതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുമല്ലോ സ്വാഭാവികം. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് ശരിക്കും DC തന്നെയായിരിക്കും ഈ ഫോർമാറ്റൊക്കെ ശരിയാക്കി ഉണ്ടാവുക. അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ തിരിച്ചയച്ചു കൊടുത്ത സാധനമാവാൻ സാധ്യതയുണ്ട്. അതുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ദേശാഭിമാനി അരുൺ സാർ ഇങ്ങനെ ഏകദേശം കാര്യങ്ങൾ അറിയാലോ, കാര്യങ്ങൾ അറിയുകൊണ്ടാണല്ലോ നമ്മൾ ഈ പണിയെടുക്കുന്നത്. പക്ഷേ എന്റെ ബലമായ സംശയം മാധ്യമപ്രവർത്തകൻ അനുകുമാറാണോ? മാധ്യമപ്രവർത്തകൻ ഞാനല്ല, പക്ഷെ ആ മാധ്യമപ്രവർത്തകൻ എന്റെ സുഹൃത്താണ്. മാത്രമേ ഉള്ളൂ. EPക്ക് ആരിനൊക്കെയോ സംശയമുണ്ട്. കാരണം EP പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചർച്ചയാക്കി, വിഷയമാക്കി, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും തന്നിലൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കി മാറ്റുകയാണ്. മാധ്യമപ്രവർത്തകനായാണ്, അതൊക്കെ തന്റെ വിശ്വസ്തനായുള്ള വ്യക്തിയാണ്. ആ വഴിക്കൊന്നും ഒരിക്കലും ജോലിയില്ല. തന്നെ ഉപയോഗിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്നൊരു രീതിക്ക് EPക്ക് ആരിനൊക്കെ സംശയമുണ്ട്. പക്ഷേ 100% ഞാൻ പറയുന്നു, അത് DCയുടെ ഫോർമാറ്റിൽ നിന്ന്, DCയുടെ പ്രിന്റിൽ നിന്നാണ് ഇത് പുറത്തു പോയത്. കോട്ടയത്ത് നിന്നാണ് അത് ചോർന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷെ അവിടേക്ക് അന്വേഷണം പോവില്ല എന്നുള്ളത് പുറത്തുവിട്ടാൽ പ്രയോജനം ആർക്കാണ്? ചേലക്കരയിൽ പ്രയോജനമുണ്ടല്ലോ. പക്ഷെ അന്വേഷണം ആ വഴിക്കൊന്നും പോവില്ല. നോക്കിക്കോളൂ, പോയാലുള്ള കുഴപ്പം ഈ പറയുന്ന ഇമെയിൽ അടക്കമുള്ളത് പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ പുറത്തു വരും. അതുകൊണ്ട് ഈ അന്വേഷണം 20-ാം തീയതി വരെ ഇത് ചർച്ചയാവും. 20-ാം തീയതി കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് നഷ്ടം സംഭവിച്ചത് മുഴുവൻ EPക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പുള്ളൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ പേരിൽ ഒരു ആത്മകഥ വേണം. അദ്ദേഹം അതിനെ ആദ്യം ഒരാളെ ഏൽപ്പിച്ചു. അത് പരമാവധി കുളമാക്കി ചളമാക്കി കൈ കൊടുത്തു. രണ്ടാമത് കുറച്ചുകൂടി വൃത്യമായ ഒരു ഭാഷയിൽ എഴുതാൻ വേണ്ടി ഈ പുതിയ ലേഖകനെ ഏൽപ്പിച്ചു. പൊന്നുപോലാക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. പക്ഷേ ആ പൊന്ന് ഒന്നാന്തരം ചെമ്പാണെന്ന് മനസ്സിലായി അവസാനം പുറത്തു വന്നപ്പോൾ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് എഴുതും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇത് മാറ്റി എഴുതണമെങ്കിൽ വേറെ ആരുടെ കഥയിൽ എഴുതാൻ പറ്റൂ. ഈ പറഞ്ഞ കഥയല്ലാതെ വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. കൂടുതലൊക്കെ EPക്ക് പറയാനുണ്ടാവും. EPക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും. EPക്ക് മുൻപുണ്ടായത് വിവാദങ്ങളിലാണ് മറുപടി. അതെ, വിവാദങ്ങൾ വേറെ ഇല്ല. അതെ, വിവാദങ്ങൾ മാത്രമല്ല, ഈ EPയുടെ കുടുംബവും EPയുടെ ബാല്യവും EPയുടെ കാർഷിക മേഖലയിലെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും ഇനി മാറ്റിയെഴുതിയാലും കാർഷിക രംഗം തന്നെയാവുമല്ലോ. നെല്ല് ഗോതമ്പെന്നാക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ലേ പ്രശ്നം. EPക്ക് പണി വന്നത് അകത്തുനിന്നാണ് ഏതാണ്ട് ഉറപ്പാ. റിസോർട്ടിന്റെ കാര്യം മാറ്റി ചെയ്താൽ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. സാന്റിയാഗോ പറ്റില്ല, ദേശാഭിമാനി പറ്റത്തില്ല, ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ആ ആത്മകഥയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി പറഞ്ഞ പോലെ ഒരു ആത്മകഥ ഇറങ്ങണമെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഈ വിവാദത്തിന്റെ ഒരു ഉത്തരം കൂടി വേറൊരു ചാപ്റ്റർ കൂടി ചേർക്കാം. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കാര്യം, പക്ഷേ ഇത് പുറത്തിറങ്ങി ഇത് വാങ്ങണ്ടേ? കാര്യം ഓൾറെഡി 151 പേജ് നമ്മുടെയൊക്കെ കയ്യിലായി കഴിഞ്ഞല്ലോ. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് പാലക്കാട് മണ്ഡലത്തിൽ UDF പ്രചരണത്തിന്റെ വിഷയമാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് സൈലന്റ് ക്യാമ്പയിന്റെ ഭാഗമാക്കുന്നുണ്ട് അല്ലേ? അന്ന് പുസ്തകത്തിലെ ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ അത് ചർച്ചയാകട്ടെ എന്ന നിലപാടായിരുന്നു UDF ഉണ്ടായിരുന്നത്. പരമാവധി ചർച്ചയാകട്ടെ. കാരണം തുടക്കത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടായിരുന്നല്ലോ. സമാനമായ ഒരു അവസരം കിട്ടി. അത് പരമാവധി UDF ഉപയോഗിക്കുകയും ചെയ്തു സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. EPയെ MM ഹസനൊക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അല്ലേ പാർട്ടിയിലോട്ട് വരാൻ. ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞത് ഒരു അഭയം കൊടുക്കുമെന്ന് നോക്കുമ്പോൾ ഉചിതമായ സമയത്ത് ആലോചിക്കാമെന്നുള്ളതാണ്. EPക്ക് അങ്ങനെ അഭയമൊന്നും വേണ്ട. അങ്ങനെ EP പോകുന്ന ആളും അല്ല അല്ലേ? അങ്ങനെയൊന്നും EP പോകേണ്ടതുമല്ല അല്ലേ? സാനിയൊക്കെ അറിയാലോ EP അടുത്ത് അല്ലേ? അതെ. അപ്പം EP അങ്ങനെ രാഷ്ട്രീയ അഭയം തേടി ഒരു പാർട്ടിയുടെ കൂടാരത്തിലും പോകത്തില്ല. ഒരു കക്ഷി രാഷ്ട്രീയ അഭയം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ശോഭാ സുരേന്ദ്രൻ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. കേസുമായിട്ട് കൂട്ടമായിട്ട് നടക്കുക. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആരെങ്കിലും അഭയം കൊടുക്കുമെന്ന് വരുന്ന അവസ്ഥയിലാണ് കാര്യം. Meet the editors.